തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഒരു ചിരപരിചിതമായിട്ടുള്ള രംഗം നമുക്കിപ്പോൾ നമ്മളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഗലീലിയിലെ ആ കടലിൽ ശിഷ്യന്മാരും ഈശോയും ആ ബോട്ടിൽ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ അമരത്ത് ഈശോ കിടന്ന് ഉറങ്ങുന്നു. നമ്മുടെ മനസ്സിലുള്ള ഒരു സ്ഥിരം രംഗം. എന്നാൽ നമ്മൾ നിരന്തരം ഓർക്കുന്ന ഈ രംഗത്തിൽ നിന്നും നമുക്ക് മനോഹരമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. കാറ്റും കോളും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അത് അവരുടെ യാനത്തെ മുക്കുവാൻ പോരുമയുള്ളതായി മാറുന്നു. ആ സമയത്ത് ശിഷ്യന്മാർ ഉറക്കെ നിലവിളിക്കുന്നു. ഈശോ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇത് നമ്മൾ സ്ഥിരവും ഓർക്കാറുള്ള കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് പുതിയതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈശോ ആ കടലിനെ ശാസിക്കുന്നുണ്ട്. അത് ചെയ്യുവാനായിട്ട് ഈശോ ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി കാറ്റിനെ അവിടുന്ന് ശാസിക്കുന്നുവെന്നാണ് പറയുക. എന്തുകൊണ്ട് ഈശോ കാറ്റിനെ ആദ്യം ശാസിച്ചു? അപ്പോൾ കടൽ ശാന്തമായെന്നാണ് പറയുക. അതായത് എല്ലാ മുക്കുവന്മാർക്കും അറിയാവുന്ന ഒരു കാര്യം ഈശോയ്ക്കും അറിയാമായിരുന്നു. ഉയർന്നു വരുന്ന തിരമാലകൾക്ക് കാരണം അതിൻ്റെ പിന്നിലുള്ള കാറ്റാണ്. കാറ്റടങ്ങിയാലേ തിരകൾ ശാന്തമാകൂ എന്ന് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് തിരകൾക്ക് പിന്നിലുള്ള കാരണമായ കാറ്റിനെ ഈശോ ശാസിക്കുകയാണ്. ഇത് നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് ഉയർന്ന തിരകൾ വരുന്നുണ്ടെങ്കിൽ, പ്രക്ഷുബ്ധമായ അവസ്ഥകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാരണമായ ഒരു കാറ്റുണ്ട്. ആ കാറ്റിനെ ശാസിച്ചാൽ മാത്രമേ ഈ പ്രക്ഷുബ്ധാവസ്ഥകൾ അവസാനിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലേക്ക് കോളുകൾ കൊണ്ടുവരുന്ന, പ്രക്ഷുബ്ധതയുണ്ടാക്കുന്ന, വികാരത്തിൻ്റെ തിരമാലകൾ ഉണ്ടാക്കുന്ന കാരണങ്ങളെ കണ്ടുപിടിക്കുക. ഒട്ടുമിക്ക ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തരവും കൂടിയാണത്. അല്ലെങ്കിൽ ജീവിതം അടിതെറ്റി വീഴാൻ പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ പരക്കം പായാറുണ്ട്. പരക്കം പായുകയല്ല വേണ്ടത്. ഒന്ന് സ്വസ്ഥമായിട്ട് നിൽക്കുക, ഈശോയിലേക്കൊന്ന് നോക്കുക. അവിടെ നമ്മളോട് പറയുന്നു കാരണം. എല്ലാത്തിനും കാരണമായിട്ടുള്ള ഒന്നുണ്ട്. ആ കാരണത്തിലേക്ക് നോക്കുക. അങ്ങനെ കാറ്റിനെ ശാസിച്ചുകൊണ്ട് അവിടുന്ന് കടലിനെ ശാന്തമാക്കി. ഈ യാനം നമ്മുടെ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ, ഉയർന്നു വരുന്ന തിരമാലകൾ. എങ്കിൽ ഈശോ നമ്മളോട് അമരത്തിരുന്നു കൊണ്ട് പറയുന്നു, ഇതിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിക്കൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിരമാലകൾ ശാന്തമാകാനായിട്ട് ആരംഭിക്കും. പിന്നീട് നമ്മുടെ ജീവിതയാനം സ്വച്ഛമായിട്ട് മുന്നോട്ട് നീങ്ങും. അതിൻ്റെ അമരത്തിരുന്ന് ഈശോ തീർച്ചയായിട്ടും ഉറങ്ങുകയും ചെയ്യും.
ശാന്തമായിട്ടുള്ള ജീവിതവും അതോടൊപ്പം തന്നെ ശാന്തമായിട്ട് ജീവിതത്തിൻ്റെ അമരത്തിരിക്കുന്ന ഒരു ദൈവവും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.